ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ബ്രിട്ടീഷുകാരുടെ ക്രൂരതയ്ക്കെതിരെ സൂഫികളും സന്യാസിമാരും മൗനം പിടിഞ്ഞു. പട്ടിണി കൊണ്ട് നരകിച്ച ബംഗാളിൻ്റെ മണ്ണിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അവർ പോരാട്ടത്തിനിറങ്ങി. 1760കളിലെ ബംഗാൾ ഭാരതത്തിൻ്റെ മണ്ണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാൽ കീഴിലമരുന്ന കാലം. ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം മരിച്ചു വീണു. നാട് പട്ടിണി കൊണ്ട് നരകിച്ചു. താങ്ങാനാവാത്ത നികുതിയും കടുത്ത ദാരിദ്ര്യവും അപമാനവും എല്ലാം ചേർന്ന് ജനങ്ങളുടെ മനസ്സിനെ ആളിപ്പടരുന്ന തീപ്പൊരിയാക്കി മാറ്റി. അന്നാണ് മൗനം വെടിഞ്ഞുകൊണ്ട് ഈ മണ്ണിൻ്റെ വിമോചനത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ഫക്കീർ സന്യാസി ലഹള ആരംഭിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. ആ ഗർജനം ബ്രിട്ടീഷ് ക്യാമ്പുകളുടെ അടിത്തറയിളക്കി. ആയുധങ്ങളും കോട്ടകളും ഉള്ളവനെതിരെ മരണത്തെ പുൽകാൻ മടിയില്ലാത്ത മനസ്സുറപ്പും ആത്മവീര്യവുമായി മജ്നൂ ഷായും ഭവാനി ഭട്ടക്കും ഒരേ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടി. അവർക്കു പിന്നിൽ ഒരു ജനത എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചു. ബ്രിട്ടീഷ് ക്യാമ്പുകൾ അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെട്ടു. രാത്രിയുടെ യാമങ്ങളിൽ ബ്രിട്ടീഷ് പാളയങ്ങൾ ചാമ്പലായി. ആയുധബലമുള്ള ബ്രിട്ടീഷ് സൈന്യം ഈ ആത്മീയ പോരാളികൾക്ക് മുന്നിൽ അടിപതറി പിന്തിരിഞ്ഞോടി. ബ്രിട്ടീഷ് ക്യാമ്പുകളിൽ നിന്ന് അവർ പിടിച്ചെടുത്ത ധനവും ധാന്യവും പട്ടിണി പാവങ്ങൾക്ക് വിതരണം ചെയ്തു. ചരിത്രം സാക്ഷി, ആ പോരാട്ടം വെറുതെയായില്ല. അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത വിധം ഭാരതം എന്ന വികാരം ഈ മണ്ണിൽ മുളപൊട്ടി. പട്ടിണി കൊണ്ട് മരണത്തോട് മല്ലടിച്ചവന് ഈ സന്യാസി ഫക്കീർ പോരാളികൾ ഭക്ഷണവും കാവലുമായി. അധികാരികൾ കണ്ണടച്ചപ്പോൾ അവധൂതന്മാർ ജനങ്ങളുടെ വിശപ്പടക്കാൻ ആയുധമേന്തി. ചങ്ങലകൾ കൊണ്ട് കെട്ടാൻ കഴിയാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യമാണ് ഈ മണ്ണിൽ അന്ന് വിതയ്ക്കപ്പെട്ടത്. ആ പോരാട്ടത്തിൻ്റെ കനൽ നമ്മുടെ സിരകളിൽ എന്നും കെടാതെ ജ്വലിക്കട്ടെ.